ഹലോ. അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ? ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് പോക്കറ്റാണ്. ഇത് മോമിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മോൾ ഓർഡർ ചെയ്തിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. സോ മോളുടെ ആകെപ്പാടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോം ഒരു ഡയറി മിൽക്ക് ലവറാണ്. സോ ഡയറി മിൽക്ക് ചോക്ലേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ബൊക്കെ ചെയ്താൽ മതി എന്നാണ്. സോ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പണി സ്റ്റാർട്ട് ചെയ്തു. നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുള്ളൊരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാവൻഡർ തീമിലാണ് ഈ ഒരു ബോക്സ് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഡയറി മിൽക്കിൻ്റെ ഫ്രൂട്ട് ആൻഡ് നട്ടും പിന്നെ ഡയറി മിൽക്കിൻ്റെ തന്നെ 5 റുപ്പീസിൻ്റെ ചോക്ലേറ്റ്സും ആണ്. 5 റുപ്പീസിൻ്റെ ചോക്ലേറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 22 പീസസ് എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മൾ വുഡൻ സ്റ്റിക്കിൽ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമ്മളെ ബൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും. സോ നമ്മൾ എല്ലാതും ഓൾമോസ്റ്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സെല്ലോ ടാപ്പും സ്ക്യൂറും വെച്ചിട്ട് മാത്രമാണ് നമ്മളത് വെക്കുന്നത്. സെല്ലോ ടാപ്പ് ബാക്കിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു മാത്രമേ. സോ അതിന് ശേഷം നമ്മൾ എല്ലാ ചോക്ലേറ്റ്സിലും ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഞാനൊരു ബഞ്ചുമെന്ന് ഞാൻ റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ഫ്ലവറാണ്. സോ ഞാൻ എല്ലാത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്പോഞ്ച് ഞാൻ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വലിയ ഡയറി മിൽക്ക് ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. കാരണം അതാണല്ലോ സെൻറ്ററിൽ വരുന്നത്. എന്നാലുള്ളൂ നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓരോരോ ചെറിയ ചെറിയ ഡയറി മിൽക്സ് എടുത്തിട്ട് ഞാൻ ഓരോരോ സൈഡ് നോക്കിയിട്ട് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാലുള്ള നമുക്കിത് മനസ്സിലാവുക ഇത് എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു ആംഗിൾ മാറ്റിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയത്തെ ലെയറിലൊരു 5 പീസസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ മുകളിൽ ലെയർ ബൈ ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കി നോക്കൂ ഞാൻ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ ഡയറി മിൽക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫൈനലി നമ്മൾ വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബൊക്കറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. സോ ആദ്യം തന്നെ ഈ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ബൊക്കറ്റ് ഷീറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ബോർഡർ ലൈൻസ് ഒക്കെ വരുന്ന ടൈപ്പുള്ളത്. അത് നമ്മൾ ഒരു ഷീറ്റിനെ ഹാഫാക്കി വീണ്ടും ഹാഫാക്കിയിട്ടാണ് ഈ ഒരു ഷേപ്പ് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനൊരു ഇതൊരു ലാവൻഡർ ഷെയ്ഡ് അല്ല, എന്നാലും ഒരു ചെറിയൊരു ടച്ച് വരുന്ന ഒരു ഷെയ്ഡാണ്. സോ അത് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ബാക്കി എല്ലാതും ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ മെഷ്റൂളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ബൊക്കറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇത്. നമ്മളൊരു 1 മീറ്റർ മെഷ്റോൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് വെച്ചിട്ട് അതിനുശേഷം ഞാനിതൊന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ബൊക്കറ്റ് ഷീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കണം എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും
കുറച്ചും കൂടെ ബൊക്കച്ചിട്ട് ആഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഞാനിതൊക്കെ സെല്ലോ ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ ഞാൻ എടുക്കാത്തത് കൊണ്ടാണ്. വീഡിയോ വെറുതെ ലോങ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു റിബൺ യൂസ് ചെയ്തിട്ട് ഞാൻ അടിയിൽ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കെന്തോ ഈ ഒരു റിബൺ ഇതിൽ ആപ്റ്റ് ആവുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു റിബൺ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ലുക്ക് ഒന്ന് ഫൈനലാക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒരു അക്രിലിക് കട്ടൗട്ടും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഈ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങളുടെ ലവ്ഡ് വൺസിന് കൊടുക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ പ്ലീസ് DM to our Instagram page or WhatsApp for enquiries. സോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് ഓൾസോ കമൻറ്റ് ഡൗൺ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.